ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേൾഡ് ചാമ്പ്യൻ ഗുന്തർ CM പങ്ക് ഇവരുടെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മെയിൻ ഇവന്റ് സെഗ്മെന്റ്. ഇനി CM പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അതായത് ഫാൻസുമായി സംസാരിച്ച് പിന്നീട് പറയുന്നത് കഷ്ടപ്പെട്ട് റെസൽമേനിയയിൽ മെയിൻ ഇവന്റ് ചെയ്ത കാര്യത്തെ പറ്റിയും അതുപോലെ WWE തിരിച്ചു വന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിരുന്നു തൻ്റെ പ്ലാൻ എന്നും, എന്നാൽ ആ സമയത്ത് തനിക്ക് ഇഞ്ചുറി സംഭവിച്ചു. എന്നാൽ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഒരു ഗോൺട്ട്ലെറ്റ് മാച്ചിൽ ഞാൻ നമ്പർ 1 കണ്ടൻഡറായി സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി പോവാണ്. എനിക്കറിയാം ഗന്ധറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അവൻ ഓപ്പോണൻറ്റിനെ എല്ലാം ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു വാക്ക് തരാം, അല്ലെങ്കിൽ ഒരു സത്യം ചെയ്തു തരാം. സമ്മർ സ്ലാമിൽ അവൻ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ തോൽക്കാൻ പോകുന്നില്ല. ഞാനാണ് ആ ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്യാൻ പോകുന്നത്, കാരണം ഞാനാണ് ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞു CM പങ്ക് ഈ സെഗ്മെന്റിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഗന്ധർ എന്തൊക്കെ ചെയ്താലും CM പങ്ക് തോൽക്കില്ല എന്ന ടൈപ്പിൽ. അതുപോലെ ഗന്ധറിനെ പറ്റി പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. അതായത് IC ചാമ്പ്യൻഷിപ്പ് 600 ദിവസമൊക്കെ കൊണ്ടുപോയ കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്തു പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സെഗ്മെന്റിന്റെ അവസാനം വേൾഡ് ചാമ്പ്യൻ ഗുന്തറോടെ വന്നുകൊണ്ട് CM പങ്ക് WWE ഇല്ലാത്ത സമയത്തൊക്കെ താൻ ചെയ്തിട്ടുള്ള കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട് ഗുന്തർ. അതുപോലെ CM പങ്കൊന്നും തനിക്കൊരു ഇരയല്ല എന്ന ടൈപ്പിലൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് സമ്മർ സ്ലാമിൽ എൻ്റെ കൂടെ നീ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വരുന്ന സമയത്ത് മാച്ചിൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ നിന്റെ കഴുത്തിനിക്ക് ഒടിക്കേണ്ടി വന്നാലും ഞാൻ അതും ചെയ്യും എന്ന ടൈപ്പിലൊക്കെയാണ് ഗന്ധർ പറഞ്ഞിട്ടുള്ളത്. അതായത് സബ്മിഷൻ ലോക്കെല്ലാം ചെയ്തുകൊണ്ട് CM പങ്ക് തോൽക്കുന്നത് വരെ വിടില്ല എന്ന ടൈപ്പിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്. പിന്നീട് അവസാനം ഗന്ധർ പറയുന്നുണ്ട്, നീ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യില്ല, അതുപോലെ തന്നെ നീ ബെസ്റ്റ് ഇൻ ദി വേൾഡുമല്ല എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞ് റിങ് വിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ നയോമി വന്നുകൊണ്ട് ചമ്മിപ്പോകുന്ന ഒരു സെഗ്മെന്റ് കാണിച്ചു. അതായത് സ്റ്റെഫനി വൾക്കർ ബാക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പോൾ സ്റ്റെഫനി ചോദിക്കുന്നുണ്ട് അതിന് നീ ആരാണ് എന്നൊക്കെ. അപ്പോഴാണ് പറയുന്നത് ഞാൻ വുമൻസ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് റിയ റിപ്ലി USK ഇവരെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം. എന്നിട്ട് പറയുന്നത് സമ്മർ സ്ലാമിൽ ഞാൻ ഇവരെ തോൽപ്പിക്കും, എന്നിട്ട് നമ്മൾക്ക് തമ്മിലാണ് മാച്ച് വരാൻ പോകുന്നത്, അപ്പോൾ കാണാം എന്നൊക്കെയാണ്. അതായത് ആ ഒരു മാച്ച് വരാണെങ്കിലും സ്റ്റെഫനിയെ തോൽപ്പിക്കുമെന്ന്. പിന്നീട് ഷെയ്മസ് വേഴ്സസ് റുസേവ് ഇവർക്ക് തമ്മിലുള്ള മാച്ചിൻ്റെ റീമാച്ച്. അപ്പോൾ ഈ മാച്ച് 3 ആഴ്ച മുൻപ് നടന്ന മാച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഈ മാച്ച് നോക്കുകയാണെങ്കിലും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് എപ്പോഴത്തെയും പോലെ നന്നായിട്ടുണ്ട്. എന്നാൽ മാച്ചിൻ്റെ അവസാനത്തിൽ റുസേവ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്ലാൻ മൊത്തത്തിൽ പാളിപ്പോയി. അതായത് ആ ഒരു ടേൺ ബക്കിളിൻ്റെ അവിടെ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഷെയ്മസ് അത് മനസ്സിലാക്കിക്കൊണ്ട് റുസേവിനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഷെയ്മസ് ബ്രോക്കിക് ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട് റുസേവിനെ ഈ മാച്ചിൽ തോൽപ്പിച്ച് ഷെയ്മസ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ റുസേവ് നൈസായി ചീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല, ഷെയ്മസ് ആണ് വിൻ ചെയ്തത്. ഇത് കണ്ടിന്യൂ ചെയ്ത് സമ്മർ സ്ലാമിൽ എന്തായാലും മാച്ച് കിട്ടും. അപ്പോൾ ഷെയ്മസിന് ഇപ്രാവശ്യം സമ്മർ സ്ലാമിൽ മാച്ച് ഉണ്ടാകും. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ഡ്രാഗൺ ലീ എൽ ഗ്രാൻഡ അമേരിക്കാനോ ഇവരുടെ സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഡ്രാഗൺ ലീ പറയുന്നുണ്ട് എൽ ഗ്രാൻഡയോട് നീ ഫേക്ക് ആണ് എന്നൊക്കെ. ശേഷം ഇവർക്ക് തമ്മിൽ ഫൈറ്റ് വരുന്നതായിട്ടും പിന്നീട് പിടിച്ചു മാറ്റുന്നത് പോലെയും കാണിച്ചിരുന്നു. അതേ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് ബെയ്ലി ലേറ വൾക്കീരിയ ഇവരെ കാണിച്ചു. അപ്പോൾ ബെയ്ലിയോട് ലേറ വൾക്കീരിയ പറയുന്നുണ്ട് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നമ്പർ 1 കണ്ടൻഡർ മാച്ചിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചതാണ്, പിന്നെ എന്തിനാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് അതും എന്നെ വെച്ചുകൊണ്ട് നീ പ്ലാൻ ചെയ്തത് എന്നൊക്കെയാണ്. അപ്പോൾ ബെയ്ലി പറയുന്നുണ്ട് നീ എന്തായാലും സമ്മർ സ്ലാമിലേക്ക് പോയിട്ട് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും, അതിനേക്കാൾ മുൻപ് നമുക്ക് ഇവിടെ റോയൽ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യാം, ഒന്നിച്ച് മുന്നോട്ട് പോകാം. അതായത് റെസൽമേനിയയിൽ നടക്കാതെ പോയത് റോ എപ്പിസോഡിൽ നടത്താമെന്ന്. പിന്നീട് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ 1 കണ്ടൻഡർ മാച്ച് ന്യൂ ഡേ ക്രീഡ് ബ്രദേഴ്സ് LWO ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. ഈ മാച്ചിൽ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് എങ്കിലും മാച്ചിൽ സ്കോർ ചെയ്തത് LWO ടീമിലുള്ള ജോസ്ഫിൻ വൈൽഡാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ആ ഒരു റെസ്ലറുടെ. മാച്ചിൻ്റെ അവസാനത്തിൽ എൽ ഗ്രാൻഡ അമേരിക്കാനോ എന്തായാലും വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്.
ഡ്രാഗൺ ലിയ വന്ന് അറ്റാക്ക് ചെയ്ത് ഇവരുടെ ശ്രദ്ധയൊക്കെ തിരിക്കാൻ നോക്കിയെങ്കിലും ക്രീഡ് ബ്രദേഴ്സ് ടീം തന്നെ എതിർക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കാണിച്ചായിരുന്നു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ LW ടീം ന്യൂഡേ ടീമിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ LW ടീമാണ് വിൻ ചെയ്ത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള നമ്പർ 1 കണ്ടൻഡർ ആയത്. നെക്സ്റ്റ് വീക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ല റിസൾട്ടും നല്ല മാച്ചായിരുന്നു. പിന്നീട് സ്റ്റെഫനി സ്കൈ ഇവർക്കൊരു സെഗ്മെന്റ് ബാക്ക് സ്റ്റേജിൽ വെച്ചു. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവർക്ക് തമ്മിൽ ഒരു മാച്ച് വയ്ക്കാം എന്ന ടൈപ്പിലാണ് എത്തിയത്. പിന്നീട് IC ചാമ്പ്യൻ ബെക്കി ലഞ്ച്, ലൈറ വൽക്കീരിയ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബെക്കി ലഞ്ചിനെ തന്നെ മാൻഹാൻഡിൽ സ്ലാം ഫിനിഷർ ചെയ്തുകൊണ്ട് ലൈറ വൽക്കീരിയ മുന്നോട്ട് പോയി. ശേഷം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് അവിടെ നടന്നത്. വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസായ റക്കേൽ ആൻഡ് റോക്സൻ പെരസ് വേഴ്സസ് ബെയ്ലി ആൻഡ് ലൈറ വൽക്കീരിയ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ ഡൊമിനിക് വന്ന് ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ബെക്കി ലഞ്ച് തിരികെ വന്നുകൊണ്ട് ലൈറ വൽക്കീരിയനെ അറ്റാക്ക് ചെയ്ത് പോയി. ശേഷം ബെയ്ലിക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് റക്കേൽ ആൻഡ് റോക്സൻ പെരസ് ഇവർ തന്നെയാണ് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. പിന്നെ ഇതേ മാച്ചിൽ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോക്ക് റക്കേലിന്റെ കയ്യിൽ നിന്ന് ആള് മാറി ഒരു ചവിട്ട് കിട്ടുന്നുണ്ട്. ശേഷം ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഡൊമിനിക്കിനെ ചെക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം അവിടെ വന്നത് ഡോക്ടർ ഏജയാണ്. ഏജ വന്നതിന് ശേഷം ഡൊമിനിക്കിനെ CPR കൊടുക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കി. അതുപോലെ ഇവർക്ക് നിറയെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റും ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡൊമിനിക്കിന് ഇഞ്ചുറി ഒന്നുമില്ല എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഡൊമിനിക്ക് തന്നെ വന്നുകൊണ്ട് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതും ആഡം പേഴ്സിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ. പിന്നീട് പറയുന്നുണ്ട് തനിക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, സമ്മർ സ്ലാമിൽ കാണാം എന്നൊക്കെ. അപ്പോൾ ഇവരുടെ മാച്ചിന്റെ സ്റ്റോറി എന്തായാലും നല്ല രീതിയിലാണ് പോകുന്നത്. മെയിനായിട്ടും AJ സ്റ്റൈൽസ് മൈൻഡ് ഗെയിം ചെയ്യുന്നത് പോലെയാണ് സെഗ്മെന്റ് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് സാമി സൈനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സാമി സൈൻ്റെ പരിക്കൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ സാമി സൈൻ പറയുന്നുണ്ട്, ഞാൻ 100% ഓക്കെ ആയിട്ടില്ല, എന്നാലും ഞാൻ ഇപ്പോൾ വന്നത് കെരിൻ ക്രോസുമായിട്ടുള്ള പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ തനിക്ക് സമയമില്ല, അതിപ്പോൾ തന്നെ തീർക്കണം എന്നുള്ളതുകൊണ്ടാണ് താൻ പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് സാമി പറഞ്ഞത്. ശേഷം കെരിൻ ക്രോസുമായിട്ടുള്ള മാച്ചിന് പോയി. പിന്നീട് ഇവരുടെ മാച്ചാണ് നടന്നത്, സാമി സെയിൻ കെരിൻ ക്രോസ് ഇവരുടെ മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ കെരിൻ ക്രോസ് എന്ന റെസ്ലർക്ക് ഒരു മികച്ച മാച്ച് അല്ലെങ്കിൽ നല്ല അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് മാച്ച് രണ്ടുപേരും നന്നായി മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ സ്കാർലറ്റ് ഇടപെട്ടുകൊണ്ട് കെരിൻ ക്രോസിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നതായിട്ടും അതുപോലെ തന്നെ സാമി സെയിനെ വീണ്ടും ആ ഒരു സ്റ്റീൽ പൈപ്പ് എല്ലാം വെച്ച് റഫറി കാണാതെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചീറ്റ് ചെയ്താണ് കെരിൻ ക്രോസ് ഈ മാച്ചിൽ വിൻ ചെയ്തിട്ടുള്ളത്. അതായത് കെരിൻ ക്രോസിന്റെ ക്യാരക്ടർ ഇപ്പൊ ഭയങ്കരമായിട്ടും സെറ്റ് ആയിട്ടുണ്ട്. ഒരു മിഡ്കാർഡ് റെസ്ലറായി കിടന്ന് ഒരു ജോക്കറെ പോലെ കാണിച്ച റെസ്ലർ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ അടിപൊളിയായിരിക്കും കെരിൻ ക്രോസ്. പിന്നീട് റോ എപ്പിസോഡിൽ സ്കൈ വേഴ്സസ് സ്റ്റെഫനി വാൽക്കർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് മുൻപ് കണ്ടതാണ് എങ്കിലും ഇന്നത്തെ ഈ മാച്ചും അടിപൊളിയായിട്ടാണ് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുപോലെ നല്ല ലെങ്ത്തും ഈ മാച്ചിനുണ്ടായിരുന്നു. പക്ഷെ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് അവസാനം ചെൽസി ഗ്രീൻ ടീം വന്നുകൊണ്ട് സ്റ്റെഫനി വാൽക്കർ ആൻഡ് സ്കൈ ഇവരെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് മാച്ച് സ്റ്റോപ്പായി. പിന്നീട് ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അവസാനം റിയ റിപ്ലി വന്നുകൊണ്ട് ചെൽസി ഗ്രീൻ ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് ചെൽസി ഗ്രീനിന് ഫിനിഷറും കൊടുത്തുകൊണ്ട് ഇവരെ സേവ് ചെയ്ത് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. പിന്നീട് റോ എപ്പിസോഡിൽ നമ്മൾ കാത്തിരുന്ന പോൾ ഹേമൻ റോമൻ റെയിൻസ് ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് പോൾ ഹേമൻ ടീം വന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് റോമൻ റെയിൻസിന്റെ തീം മ്യൂസിക് പ്ലേ ആയി. റോമൻ റെയിൻസ് റിങ്ങിൽ വന്നപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട്, സെത്ത് റോളൻസ് ഇന്നിവിടെ ഇല്ല, സെത്ത് റോളൻസ് ഇനി ഉടനെയൊന്നും വരാനും പോകുന്നില്ല, ഇഞ്ചുറി ആണെന്ന്. അതുകൊണ്ട് റോമൻ റെയിൻസിനെ ആ ഒരു ടീമിലേക്ക്, അതായത് നമ്മൾക്കൊന്നിച്ച് മുന്നോട്ട് പോകാം എന്ന ടൈപ്പിൽ പോൾ ഹേമൻ സംസാരിച്ച് എത്തുന്നുണ്ട്. പിന്നീട് റോമൻ റെയിൻസ് ഇവരുമായി സംസാരിച്ച സമയത്ത് പോൾ ഹേമൻ കാരണമാണ് ബ്ലഡ് ലൈൻ ടീം ഉണ്ടായത്, ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോൾ ഹേമന് എങ്ങനെയാണ് റോമൻ റെയിൻസിനെ ചതിക്കാൻ തോന്നിയത് അതിനെപ്പറ്റിയും ചോദിക്കുന്നുണ്ട്. അതായത് ബ്ലഡ് ലൈൻ പോലെയുള്ള ഒരു നല്ല ടീമിനെ ചതിച്ചുകൊണ്ട് ഒരു കുപ്പ ടീമിനെ, അതായത് ഒരു വേസ്റ്റ് ടീമിനെയാണോ നീ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെയാണ് റോമൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് ബ്രൗൺ ബ്രേക്കറിന് ദേഷ്യം വരുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഇതേ സെഗ്മെന്റിൽ തന്നെ റോമൻ റെയിൻസിനോട് എല്ലാത്തിനും ക്ഷമ ചോദിച്ചുകൊണ്ട് ടീമിലേക്ക് വിളിക്കുന്ന പോൾ ഹേമനെയും നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ബ്രൗൺ ബ്രേക്കർ മൈക്ക് വാങ്ങി സംസാരിച്ചു. അവസാനം ബ്രൗൺ ബ്രേക്കർ പറയുന്നത് ഇങ്ങനെയാണ്, ഇനി ഇവിടെയുള്ള ബിഗ് ഡോഗും ടോപ്പ് ഡോഗും എല്ലാം ഞാനാണ്, WWE ഫ്യൂച്ചറും ഞാനാണ്,
അതായത് മെയിനായിട്ടും കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി, അതായത് റോമൻ റെയിൻസ് മുൻപ് ട്രൈബൽ ചീഫ് ആയിരുന്നു, ചാമ്പ്യൻ ആയിരുന്നു, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയെല്ലാം താനാണ് എന്ന ടൈപ്പിലാണ് ബ്രോൺ ബ്രേക്കർ സംസാരിച്ച് എത്തിയത്. അതുപോലെ ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട്, നീ വിചാരിച്ചതുപോലെ പോൾ ഹേമൻ എന്നെ പിറകിൽ നിന്നും കുത്തില്ല, ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. അതായത് ഈ സെഗ്മെന്റിൽ റോമൻ പറഞ്ഞിരുന്നു, ഒരു ദിവസം അവൻ നിന്നെയും ചതിക്കുമെന്ന് ബ്രോൺ ബ്രേക്കറിനോട്. അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അവസാനം റോമനോട് മൈക്കെല്ലാം ചോദിക്കുന്ന സമയത്ത് റോമൻ അത് അങ്ങനെ തന്നെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ സൂപ്പർമാൻ പഞ്ച് ചെയ്ത് അറ്റാക്ക് ചെയ്തു. ശേഷം റോമന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായപ്പോൾ, അതായത് സുനാമി ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ജെയ്സ് അവിടെ വന്നുകൊണ്ട് റോമനെ സേവ് ചെയ്ത് ശേഷം ഇവര് രണ്ടുപേരും ചേർന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് ഇവരെ രണ്ടുപേരെയും ഡബിൾ സ്പീർ ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ലെവലായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് പോയത്. പിന്നെ ഈ സെഗ്മെന്റിൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല റോ എപ്പിസോഡായിരുന്നു. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.